ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹായ്. അപ്പം എല്ലാവർക്കും ജോ ബ്ലോഗ്സിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പം ഇന്ന് ഞാനിപ്പോൾ വന്ന ഒരു കാര്യം പറയുന്നത്, അപ്പോൾ ഈ കോപ്പിറൈറ്റ് വന്നിട്ട് കുറേ ആൾക്കാർക്ക് ഈ കോപ്പിറൈറ്റ് വന്നാൽ ഭയങ്കര എന്താ പറയുക, ഒരു പേടി പോലെയാണ്. കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ ചാനൽ എന്തോ ആവും, ചാനൽ ക്യാൻസൽ ആവും. അപ്പോൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ചിലരത് കോപ്പിറൈറ്റ് കാണിക്കുമ്പോൾ ചിലർ പെട്ടെന്ന് എന്ത് ചെയ്യുക, അത് ഡിലീറ്റ് ചെയ്യും. പക്ഷെ അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. കാരണം ഈ കോപ്പിറൈറ്റ് അത്രയും വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അല്ല. കോപ്പിറൈറ്റ് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കോപ്പിറൈറ്റ് വരാനുള്ള റീസൺ എന്താണെന്നുള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്ത് അവിടെ ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് അവിടെ യൂട്യൂബ് തന്നെ നമുക്ക് കാണിച്ചു തരും എന്താണ് അവിടെ കോപ്പിറൈറ്റ് വരാനുള്ള കാരണം. ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ ഈ നമ്മൾ എഡിറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികം ഞാനങ്ങനെ ചെയ്തത് എനിക്ക് വന്നതാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത്. കാരണം ഞാനങ്ങനെ അറിയാം, എനിക്ക് ഈ യൂട്യൂബിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതൊന്നും എനിക്കറിയില്ല. അപ്പം ഞാനിത് ജസ്റ്റ് ഞാൻ ഇതേപോലെ അപ്ലോഡ് ചെയ്ത് ഞാനൊക്കെ എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്തു. അപ്പോൾ യൂട്യൂബ് എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്നും യൂട്യൂബിനെ കുറിച്ച് ഒരു കാര്യം അറിയില്ല. അപ്പം ഞാനങ്ങനെ ചെയ്ത് ഞാനത് അപ്ലോഡ് ചെയ്ത് ജസ്റ്റ് ഒരു 10 മിനിറ്റ്, അതായത് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് 10 മിനിറ്റ് ആയാലേ അറിയാൻ പറ്റുള്ളൂ അത് എന്താ പറയുക, നമുക്ക് കോപ്പിറൈറ്റ് ആണോ കോപ്പിറൈറ്റ് അല്ലേ എന്നുള്ളത് അന്നതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് നോക്കുമ്പോൾ ഈ അപ്ലോഡ് ചെയ്യുന്ന എല്ലാം എനിക്ക് കോപ്പിറൈറ്റ്. അപ്പോൾ ഈ കോപ്പിറൈറ്റ് എന്താ വരുന്നതെന്നുള്ള സംഭവം എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാനത് ഇതേപോലെ നമ്മൾ മറ്റുള്ള സബ്സ്ക്രൈബർ ആളുകളൊക്കെ എടുത്ത് ജസ്റ്റ് ഞാൻ കമൻറ്റൊക്കെ ഇട്ടിട്ട് ചോദിച്ചത് എന്താണ് കോപ്പിറൈറ്റ് പറ്റുന്നത്. അപ്പോൾ അവരെനിക്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോപ്പിറൈറ്റ് നമ്മൾ ഇപ്പോൾ ഈ മറ്റുള്ളവരുടെ ഈ മ്യൂസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവരുടെ ഒരു കോപ്പി ആയിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് എടുത്ത് നമുക്ക് യൂട്യൂബ് കാണിക്കും. കാരണം യൂട്യൂബ് അത് ഫുൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അപ്ലോഡ് റെഡി ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് കോപ്പിറൈറ്റ് അല്ലാത്ത രീതിയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കോപ്പിറൈറ്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എടുത്തപടി പെട്ടെന്ന് പോയിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യരുത്. വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ കോപ്പിറൈറ്റ് വരാനുള്ള കാരണം എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ പോയിട്ട് അതെടുക്കുക. എന്നിട്ട് അത് ഉള്ളിടത്ത് മാത്രം അവിടെ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ലാതെ മൊത്തം വീഡിയോ നമ്മൾ അത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അത് പിന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്താലുള്ള അവസ്ഥ, പിന്നെ നമ്മളത് അതേപോലെ തന്നെ എഡിറ്റൊക്കെ ചെയ്ത് കോപ്പിയൊക്കെ ആക്കി കൊണ്ടുവരട്ടെ. അപ്പോൾ അതൊന്നും വേണ്ട ആവശ്യമില്ല. അത് ഈ കോപ്പിറൈറ്റ് കണ്ടിട്ട് എല്ലാവരും അത് ഇങ്ങനെ ഇത്ര പേടിക്കാൻ മാത്രമുള്ള സംഭവങ്ങളൊന്നായിട്ട് കാണണ്ട. അത് നിസ്സാര ഒരു പ്രശ്നമുള്ളൂ. കാരണം വെച്ചാൽ അത് എവിടെയാണ് കോപ്പിറൈറ്റ് കാണിച്ചാൽ അത് യൂട്യൂബ് തന്നെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആ റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടെ അത് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ലൈക്ക് ചെയ്യാനും മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.